പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഈശോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ബന്ധനങ്ങളും നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ ഒറ്റപ്പെടലുകളും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ട് കാണുകയാണ്. ഭയപ്പെട്ടിരിക്കുന്നവരോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, നോൺ ആബിയാത്തെ പൗറ, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ നിങ്ങളുടെ ജീവിത പ്രതിസന്ധികൾ, നിങ്ങളുടെ കടബാധ്യതകൾ, നിങ്ങളുടെ മകൻ്റെ കല്യാണം കർത്താവ് അതിലിടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. നടക്കേണ്ട കച്ചവടങ്ങൾ കർത്താവ് നടത്താനായിട്ട് ഒരുമ്പിടുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും പറയുകയാണ്, നോൺ ആബിയാത്തെ പൗറ, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളുടെ ഇതിലൂടെ നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ നെടുവീർപ്പ്, നിങ്ങളുടെ വേദന, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ സ്വർഗം കേൾക്കുന്നുണ്ട്. മകനെക്കുറിച്ചുള്ള ആദിവ്യാധികളും മകളെക്കുറിച്ചുള്ള ആദിവ്യാധികളും അവരുടെ ജോലി, അവരുടെ കല്യാണം, അവരുടെ പഠനം, കുടുംബത്തിന് യോജിച്ച വിധത്തിലുള്ള വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് സ്വർഗം കേൾക്കുക. ഏതെങ്കിലും വിധത്തിൽ സാത്താനോ പൈശാചിക രൂപിയോ തിന്മയോ ആണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതെങ്കിൽ, കൂടോത്രങ്ങളോ മന്ത്രവാദങ്ങളോ ശാപങ്ങളോ സർപ്പദോഷങ്ങളോ സാത്താൻ സേവകളോ അസൂയകളോ പ്രകൃതി വിരുദ്ധ ശക്തികളോ നിങ്ങളുടെ മകൻ്റെ കല്യാണത്തെ, നിങ്ങളുടെ വസ്തുവിൻ്റെ വിൽപ്പനയെ, നിങ്ങളുടെ കടബാധ്യതയിൽ മുക്കുന്ന, നിങ്ങളെ ടെൻഷനാക്കുന്ന, നിങ്ങളെ ആകുലപ്പെടുത്തുന്ന ആ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുക. നീ വിശ്വസിക്കുക, നീ പ്രത്യാശയുള്ളവനാകുക. കർത്താവിൽ നീ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും, നിന്റെ മക്കൾ രക്ഷപ്രാപിക്കും, നിന്റെ തലമുറ രക്ഷപ്രാപിക്കും. നീ ചെയ്ത എല്ലാ സൽപ്രവൃത്തികളെയും കർത്താവ് കാണും, കർത്താവ് അനുഗ്രഹിക്കും. നീ മൂലം മറ്റുള്ളവരുടെ കണ്ണുനീര് ഒപ്പിയെടുത്തത് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ നല്ല വാക്കുകൾ, നിന്റെ ഒരു പുഞ്ചിരി, നിന്റെ ഒരു സ്നേഹത്തോടെയുള്ള വർത്തമാനം ഒരാളെയെങ്കിലും സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ ഭവനത്തിന് സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിപ്പോൾ ഓർക്കുകയാണ്. ആ ഓർമ്മയാൽ നിനക്ക് ഡെലിവറൻസ് കിട്ടുക, നിനക്ക് സ്വാതന്ത്ര്യം കിട്ടുക. നിന്റെ വസ്തുവകകളുടെ മേൽ കർത്താവ് ഇടപെടുക. നിന്റെ വസ്തുവകകൾ കർത്താവ് ഇടപെട്ട് അതിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, അസൂയകൾ, നാരകീയ ശക്തികളുടെ ആധിപത്യങ്ങൾ, തിന്മയുടെ ആധിപത്യങ്ങൾ, ശത്രുവിൻ്റെ ആധിപത്യങ്ങൾ കർത്താവ് വിടിവിക്കുക, തകർത്ത് കളയുക. നാരകീയ ശക്തികൾ, ദുഷ്ടാത്മസേനകൾ, പ്രകൃതി വിരുദ്ധ ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിനക്കൊരു ഔഷധമാണ്. നഷ്ടപ്പെട്ടു പോയ മകനെ, നഷ്ടപ്പെട്ടു പോയ മകളെ, നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കളെ, നഷ്ടപ്പെട്ടു പോയ വസ്തുവകകളെ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ചൈതന്യത്തെ, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ, നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളെ കർത്താവ് തിരികെ തരാൻ പോകുക. കാരണം ഇത് ദിവ്യമായ ഔഷധമാണ്, മനസ്സിന് ആശ്വാസം തരുന്നതാ. ഇതൊരു ആത്മവിശ്വാസമാണ്, ധൈര്യമാണ്. കാരണം കർത്താവ് ഈ പ്രാർത്ഥനയിൽ സന്നിഹിതനാണ്. ദിവ്യകാരുണ്യ ഈശോ
ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിന്റെ കെട്ടഴിക്കാൻ, നിന്റെ മേലുള്ള സാത്താനെ ഓടിച്ചു കളയാൻ, തിന്മകളെയോ നാശകരമായ ജീവികളെയോ ഓടിച്ചു കളയാൻ, നീ അനുഭവിക്കുന്ന പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ, നിന്റെ മേലുള്ള ദോഷങ്ങൾ കർത്താവ് ഉച്ചാടനം ചെയ്യുക. അത്ഭുതമാണ് ഇത്. പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയാണ്, ഇത് ബന്ധന പ്രാർത്ഥനയാണ്, ഇത് യേശു നാമത്തിലുള്ളതാണ്, ഇത് വചനം ഉപയോഗിച്ചുള്ളതാണ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയായ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലെ അൾത്താരയിൽ നിന്നുള്ളതാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലുള്ളതാണ്. അനേകം മിഷണറിമാർ കുർബാന ചൊല്ലിയിട്ടുള്ള അൾത്താരയിലാണ്. വിശുദ്ധരായ മെത്രാന്മാർ ബലിയർപ്പിച്ചിട്ടുള്ള അൾത്താരയിലാണ് ഈ ശുശ്രൂഷയുള്ളത്. ആയതിനാൽ പ്രിയപ്പെട്ട മക്കളെ, ധൈര്യമുള്ളവരാകുക, കർത്താവിൻ്റെ കരുത്തുള്ളവരാകുക, കർത്താവിൽ അഭിഷേകമുള്ളവരാകുക, കർത്താവിൽ ജ്ഞാനമുള്ളവരാകുക. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 4-5 തിരുവചനങ്ങളാണ്. അതിശക്തമായ വചനമാണ്. ഈ വചനം നിനക്ക് വിടുതൽ നൽകും. ഈ വചനം നിനക്ക് ആത്മാവിന് സ്വാതന്ത്ര്യം നൽകും. നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ, നിന്റെ വേരിക്കോസ്, ഷുഗർ, നിന്റെ ശരീരത്തിലെ വ്രണങ്ങൾ, ഉണങ്ങാത്ത മുറിവുകൾ, ഷുഗർ മൂലം വരുന്ന പോളകൾ, പൊള്ളലുകൾ കർത്താവ് എടുത്തു മാറ്റുക. ഈ വചനം അഭിഷേകമുള്ള വചനമാണ്. എവിടെ വചനം അഭിഷേകം ചെയ്യപ്പെടുന്നുവോ, എവിടെ വചനം വിശുദ്ധിയോടെ ശ്രവിക്കുന്നുവോ, അവിടെ അത്ഭുതങ്ങൾ നടക്കും, സ്ഥിരീകരിക്കപ്പെടും. വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ വചനം നമുക്ക് കേൾക്കാം. ഈശോ പറയുകയാണ്, എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിൻ്റെ അഭിഷേകത്തെ കെടുത്തുന്നവർ, പ്രാർത്ഥനയെ കെടുത്തുന്നവർ, വിശ്വാസത്തെ കെടുത്തുന്നവർ, ദൈവിക വഴികളിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ, അവരെ ഭയപ്പെടുവിൻ, അവരെ ഭയപ്പെടുവിൻ. പ്രിയപ്പെട്ട മക്കളെ, ഇതാ സാത്താനും അവൻ്റെ ശക്തികളും നിന്റെ ആത്മാവിൻ്റെ നാശം, നിന്റെ കുടുംബത്തിൻ്റെ നാശം, നിന്റെ വസ്തുവിൻ്റെ തകർച്ച, നിന്റെ മക്കളുടെ തകർച്ച സാത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് ശക്തി തരാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ മകനെ, മകളെ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിനക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ് നിന്റെ പറമ്പിന് ചുറ്റും, നിന്റെ വീടിന് ചുറ്റും, നിന്റെ മക്കൾക്ക് ചുറ്റും, നിന്റെ വസ്തുവകൾക്ക് ചുറ്റും, നിന്റെ സ്വത്തിന് ചുറ്റും സംരക്ഷണ കവചം ഒരുക്കുക. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ വിടുതൽ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. നാഥ, ആത്മാവേ, ശക്തിയെ, അഭിഷേകമേ, ജ്ഞാനത്തിൻ്റെ ആത്മാവേ, രോഗശാന്തിയുടെ ആത്മാവേ, ഡെലിവറൻസിൻ്റെ ആത്മാവേ, സൗഖ്യത്തിൻ്റെ ആത്മാവേ, സഭയുടെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, വിടുതലിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്ക് ഇറങ്ങി വന്ന് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന മക്കളെ, ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, in the name of the Father Almighty, Creator of heaven and earth, and in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary,
and through the intercession of the archangels and Michael, and through the intercession of all the angels and saints, with the grace conferred on me through the sacrament of priestly ordination, I hereby rebuke and command every spirit of darkness and oppression, obsession, affliction, every spirit which causes any kind of sickness or problem in the life of these persons who are participating in this prayer, to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through his passion, death and resurrection, take control over you and send you to the outside darkness. In the name of Jesus, the Son of God, I challenge every spell and work of darkness, and I further command you, Satan and satanic powers, to go to the feet of Jesus Christ, to be bound forever and ever and never to return. Let the precious blood of Jesus Christ cover these people, protect them from all snares of devil. Through this deliverance, O Heavenly Father, let these persons experience the fullness of Jesus' redemption and glorify your name, now and forever. In the name of the Father, and of the Son, and of the Holy Spirit. സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ കർത്താവായ യേശുവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ യേശുവേ. അവിടുന്ന് വിടുതൽ കൊടുക്കണമേ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ, ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, ദ നെയിം ഓഫ് ജീസസ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ അതിശക്തമായ ഡെലിവറൻസിൻ്റെയും രോഗശാന്തിയുടെയും ശുശ്രൂഷ ഈ ദേവാലയത്തിൽ നടക്കുകയാണ്. സാധിക്കുന്നവർ ഒരു തവണയെങ്കിലും വന്ന് പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ഇതൊരു അത്ഭുത പള്ളിയാണ്. 1498 സ്ഥാപിതമായ ഒരു ദേവാലയമാണ്. വാസ്കോഡിഗാമയുടെ ഒപ്പം വന്ന പേദ്രോ ദെ കോവിൽഹാം എന്ന മിഷണറി അവിടെ കൊല്ലപ്പെട്ട സ്ഥലമാണ്. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധരായ മെത്രാന്മാര് പൗലോസ്, പെരേനി, ലയോനെ, പ്രോസ്പെരിയോ, ആൽദോ മരിയ പത്രോണി, മാക്സ്വെൽ, വലന്റൈൻ, നെറോണ എന്നീ പിതാക്കന്മാർ അടക്കം ചെയ്തിട്ടുള്ള അൾത്താരയിലാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. അത്ഭുതകരമായ ഇടപെടൽ. വിശുദ്ധ അന്തോനീസിൻ്റെ ശുശ്രൂഷയാണ് ചൊവ്വാഴ്ച നടക്കുന്നത്. സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ജൂൺ 13 വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ പെരുന്നാളാണ്. വൈകുന്നേരം 5 മണിക്ക് അഭിവന്യ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെറിയൊരു ശുശ്രൂഷ ഡെലിവറൻസിൻ്റെയും രോഗശാന്തിയുടെയും, അതിനുശേഷം ഊട്ടുനേർച്ചയാണ്. എല്ലാവരെയും, സാധിക്കുന്ന എല്ലാവരെയും ജൂൺ 13-ാം തീയതി ഈ ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഊട്ടുനേർച്ചയ്ക്ക് സഹായം നൽകുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.